വെർച്വൽ അറസ്റ്റിലൂടെ 1 കോടി രൂപ തട്ടിയെടുത്തു. സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി എന്ന പേരിലായിരുന്നു ഭീഷണി. ലക്നൌ പോലീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇത് വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് അവബോധമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ, കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അത്തരം നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തട്ടിപ്പ് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്നിട്ടുള്ളത് എന്താണ്? അനുജ, സമൂഹ മാധ്യമങ്ങളുടെ അടക്കം പോലീസ് ഈ അവബോധം എല്ലാം തന്നെ നിരന്തരം നൽകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും കൊച്ചിയിൽ ഒരു വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ലക്നൌ ഇൻസ്പെക്ടർ എന്ന പേരിലാണ്, ലക്നൌവിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് വാട്സപ്പ് മുഖേന രഞ്ജിത് കുമാർ എന്ന പേരിൽ എറണാകുളം സ്വദേശിക്ക് ഒരു വാട്സപ്പ് കോൾ ലഭിക്കുന്നത്. ആ കോളിലൂടെ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ രഹസ്യ വിവരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് ചോർത്തി നൽകി എന്ന പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആസിഫ് ഫൗമി എന്ന ആളുടെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ കൈക്കൂലി, അതായത് ഇന്ത്യയുടെ ആർമി രഹസ്യ വിവരങ്ങൾ തന്നെ ആസിഫ് ഫൗമിക്ക് നൽകി ആസിഫ് ഫൗമിൽ നിന്ന് ഏതാണ്ട് 55 ലക്ഷം രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 1,05,06,184 രൂപ എറണാകുളം സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തു. ഈ ഒരു വെർച്വൽ അറസ്റ്റ് ഏതാണ്ട് ഒരു ദിവസം മുഴുവനായി തന്നെ ഇയാൾ ഈ പരാതിക്കാരനെ ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റ് വിധേയനാക്കിയെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസ് ഇപ്പോൾ പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വൈകാതെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരന്തരം പോലീസ് ഇത്തരത്തിൽ അവബോധം നൽകുമ്പോഴും ഈ വെർച്വൽ അറസ്റ്റിന്റെ വിധേയരാകുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ലക്നൌ പോലീസിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വാട്സപ്പ് മുഖേന ഒരു വീഡിയോ കോളും അതിൽ നിന്ന് ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റ് വിധേയനായ ഒരു സാഹചര്യം ഉണ്ടായത്. 1 കോടിയിലധികം രൂപയാണ് ഇയാൾക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു ദിവസം മുഴുവനായി തന്നെ ഇയാൾ വെർച്വൽ അറസ്റ്റിന് വിധേയനായി എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ തട്ടിപ്പിനിരയ ആളുടെ വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയുമോ? ആരാണ് തട്ടിപ്പിന് ഇരയായത്? ഒരു ദിവസം മുഴുവൻ ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റിൽ അദ്ദേഹം ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണയില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ടല്ലോ. നിലവിപ്പോൾ അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല. കാരണം പോലീസ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേസിന്റെ വിശദാംശങ്ങൾ കൂടുതലായി വൈകാതെ പങ്കുവയ്ക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിക്കാരന്റെ വിശദാംശങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല എന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 1 കോടിയിലധികം രൂപയാണ് കളമശ്ശേരി സ്വദേശിയിൽ നിന്ന് എറണാകുളം സ്വദേശിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രഞ്ജിത് കുമാർ എന്ന പേരിലാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് ഇയാൾക്ക് കോൾ വരുന്നത്. അങ്ങനെ ഒരു ദിവസത്തിലധികം ഈ വെർച്വൽ അറസ്റ്റിന് വിധേയനായി 1 കോടിയിലധികം രൂപ ഈ എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മൊഴിയെല്ലാം തന്നെ ഇപ്പോൾ വിശദമായി തന്നെ രേഖപ്പെടുത്തുകയാണ് കളമശ്ശേരി പോലീസ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വീണ്ടും ഒരു വെർച്വൽ തട്ടിപ്പുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്തത് എറണാകുളം സ്വദേശിയിൽ നിന്നാണ്. രഞ്ജിത് കുമാർ എന്ന ലക്നൌ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് ഒരാൾ സമീപിച്ചതും ഫോൺ വിളിച്ചതും. പിന്നീട് ഭീഷണിയായിരുന്നു. പാകിസ്ഥാന് ചില വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട്, സൈനിക വിവരങ്ങൾ ചോർത്തി നൽകി എന്ന പേരിലൊക്കെയുള്ള ഭീഷണി. ഒടുവിൽ ഒരു ദിവസം മുഴുവൻ വെർച്വൽ അറസ്റ്റ് ഇരുന്നതിന് ശേഷം 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്തു എന്നതാണ്. പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം.